എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് അവിഹിതത്തെക്കുറിച്ചാണ്. അവിഹിതത്തെക്കുറിച്ച് എന്തേലും എന്ന് പറഞ്ഞാൽ മതി, അത് ഭയങ്കര വൈറലാവും. അങ്ങനെ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ അവിഹിത ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഷെഫീഖ് എന്നാണ്. അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ചൊക്കെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷെഫീഖിനെ ചതിച്ച കാര്യമാണ് പറയുന്നത്. അവർക്ക് 3 കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളി നാട്ടിൽ വരുന്ന സമയത്ത് ഫോണിലെ ചാറ്റിങ്ങുകളും പിന്നെ ഗൂഗിൾ പേ വഴി കുറച്ച് പൈസയൊക്കെ അയച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം പുറത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്തു. അത് ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം തൻ്റെ കുഞ്ഞുങ്ങളെ അദ്ദേഹം 3 കുട്ടികളുണ്ട്. ഇളയ കുട്ടിക്ക് 1.5 വയസ്സ് ഏകദേശം പ്രായം. മൂത്ത കുട്ടീനെയും രണ്ടാമത്തെ കുട്ടീനെയും അദ്ദേഹം ദുബായിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ദുബായിലാണ് വർക്ക് ചെയ്യുന്ന വ്യക്തി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് താൻ ഭാര്യയെ ഉപേക്ഷിച്ചു, എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ അവിടുന്ന് കൊണ്ടുപോന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. 8 വർഷം മുന്നെയാണ് ഞാൻ നിർത്താൻ വേണ്ടി പറഞ്ഞത്. ഈ ചാറ്റിങ് നിനക്ക് ആവശ്യമില്ല, നീ നിർത്തിക്കോ, നീ നിന്റെ ജീവിതം നോക്കിയിട്ട് നടന്നോ എന്ന് ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. TTC പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കേക്ക് മേക്കിംഗ് പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഫാഷൻ ഡിസൈൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തില്ല. നഴ്സിംഗ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അവസാനം തള്ളി പോയി പഠിക്ക് എന്ന് പറഞ്ഞിട്ടാണ് നഴ്സിംഗ് പഠിച്ചത്. പുള്ളിയുടെ വൈഫിനെ എല്ലാം പഠിപ്പിച്ചു. നഴ്സിംഗിന് വിട്ടു, പഠിച്ച് പൂർത്തീകരിച്ചില്ല. TTCക്ക് വിട്ടു, പൂർത്തീകരിച്ചില്ല. കേക്ക് മേക്കിങ്ങിന് വിട്ടു, പൂർത്തീകരിച്ചില്ല. ഫാഷൻ ഡിസൈനിന് വിട്ടു, അതും പൂർത്തീകരിച്ചില്ല. അവസാനം നഴ്സിംഗ് എങ്ങനെയൊക്കെയോ പഠിച്ച് തീർത്തു. അതും നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുരുഷനുമായിട്ട്, പുള്ളിക്കാരിയുടെ കാമുകനുമായിട്ട് അന്നേ തൊട്ടുള്ള ബന്ധമാണെന്നൊക്കെയാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ നഴ്സിംഗ് പഠിക്കുമ്പോഴൊക്കെ ഇവൾക്കും അവനൊക്കെ നല്ല ബന്ധങ്ങളുണ്ട്. പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിങ്ങനെ ഒരു വിഷയമായിട്ട് വരും എന്ന് മുൻകാഴ്ച എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ എൻ്റെ ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ ഒരു റിലേഷൻഷിപ്പിലും പോയിട്ടില്ല. ഉണ്ടായത് എനിക്ക് കല്യാണം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊരു വ്യക്തിനെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് കുറേ പ്രേമിച്ച്, കുറേ ഓൺലൈനിൽ കൂടെ പ്രേമിച്ച്, കുറേ തെണ്ടി തിരിഞ്ഞ് നടക്കുകയല്ലേ വേണ്ടത്. അങ്ങനെ ഞാനൊരു റിലേഷൻഷിപ്പ്, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് കിട്ടിയപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുമില്ല. ഇദ്ദേഹം ഈ വീഡിയോ കിട്ടിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ എക്സ് വൈഫ് എന്ന് പറഞ്ഞ വ്യക്തി വന്ന് പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് വേറൊരു സ്ത്രീയുമായിട്ട് അവരുടെ വിവാഹത്തിലിരിക്കെ തന്നെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ കാര്യമായിട്ടോ അപ്പോൾ പുള്ളി ഇപ്പോൾ പറയണേ. പുള്ളിക്ക് ആ ബന്ധം ഉണ്ടായിരുന്നു, പുള്ളി അക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ഞാൻ UK പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, ഞാൻ വേറെ കല്യാണം കഴിച്ചു, 2 വർഷം പ്രണയത്തിലാണ്, അതുകൊണ്ടാണ് കുട്ടീനെ കൊണ്ടുപോയതെന്നുള്ളത്. ഒരു ഫോട്ടോസോ ഒരു വീഡിയോസോ ഒരു 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 എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. ഇത് നീ തന്നെ ചാറ്റ് ചെയ്താവൂലേ? എൻ്റെ എക്സ് വൈഫിനോടാണ് ഞാൻ പറയുന്നത്. ഇത് നീ തന്നെ ചാറ്റ് ചെയ്താവൂലേ? നീ തന്നെ അപ്പുറത്ത് 2 ഫോണുണ്ടല്ലോ, ഒരു ഫോണിൽ നീ തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കി നിനക്കെന്നെ ചാറ്റ് ചെയ്തൂടെ? അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിനക്ക് അടിച്ചിറക്കിക്കൂടെ? വൈഫിൻ്റെ കയ്യിൽ 2 ഫോണുണ്ട്. അപ്പം മറ്റൊരു ഫോണിലൂടെ നീ തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കി നിനക്ക് ചാറ്റ് ചെയ്തുകൂടെ? അങ്ങനെ തെളിവുകൾ ഒപ്പിച്ച് ഇദ്ദേഹത്തിനെതിരെ പറയുന്നു എന്ന തരത്തിലാണ് ഇപ്പം ഇദ്ദേഹം പറയുന്നത്. ഈ 24 കേസിലെ പ്രതിന്റെ കൂടെയാണ് ജീവിതം എന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ 2 മക്കളെടുത്ത് കൊണ്ടുവന്നു. 3 മക്കളെ ഞാൻ അവിടെ ഇട്ടിട്ട് പോന്നാലും എക്സ് വൈഫിൻ്റെ കാമുകനായ വ്യക്തിയെക്കുറിച്ചാണ് പുള്ളി പറയുന്നത്. അദ്ദേഹം 24 കേസിൽ പ്രതിയായ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഒപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിച്ചാൽ ആ കുഞ്ഞുങ്ങളുടെ ജീവന ആപത്ത് വരും, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ദുബായിക്ക് പോയതെന്നാണ് അദ്ദേഹം എക്സ്പ്ലനേഷൻ പറയുന്നത്. ഇതുപോലത്തെ വീഡിയോസ് അവൾ പോസ്റ്റ് ചെയ്യും. കാരണം ഇത് ഇവളെ ആക്കുന്നത് തന്നെ ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാണ്. ഇവൾ എവിഡൻസ് എടുത്തു വെക്കുകയാണ്. എന്തിനാണെന്നറിയോ? എന്തെങ്കിലും ഞാനിത് പിടിച്ചു കഴിഞ്ഞാൽ എന്നെ സമൂഹത്തിൽ നാണം കെടുത്താം എന്നുള്ളത്. എന്നെ സമൂഹത്തിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണിത്. ഏതെങ്കിലും ഇന്ത്യ എന്ന ഈ 120 എത്ര കോടി ജനങ്ങളതിൽ ആദ്യമായിട്ട് പാസ്പോർട്ട് കത്തിച്ചൊരു വ്യക്തി ഉണ്ടെങ്കിൽ അതെൻ്റെ എക്സ് വൈഫാണ്. ഇതാണ് ആ പാസ്പോർട്ട് കത്തിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയാം? കാരണം എന്താ? ഗൾഫിലോട്ട് വരാതിരിക്കാണ്. എൻ്റെ അടുത്ത് അവിഹിതം കണ്ടുകൊണ്ട് എൻ്റെ അടുത്ത് അവിഹിതം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇവരെ വിളിച്ചുകൊണ്ടിരിക്കണേ? എൻ്റെ അടുത്തൊരു റിലേഷൻഷിപ്പ്, എൻ്റെ കൂടെ ഒരു വൈഫ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇവളെ വിളിച്ചുകൊണ്ടിരിക്കണം? അത് ശരിയാണ്. അദ്ദേഹത്തിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, ആ പുറകെ പോയാൽ മതി. എന്നാൽ ഇദ്ദേഹം ഭാര്യയ്ക്ക് വേണ്ടി പാസ്പോർട്ട് വരെ റെഡിയാക്കി കൊടുത്തു. എന്നാൽ ഭാര്യയ്ക്ക് താല്പര്യമില്ല അങ്ങോട്ട് പോകാൻ, എക്സ് വൈഫിന് താല്പര്യമില്ല. അതുകൊണ്ട് പുള്ളിക്കാരി ആ പാസ്പോർട്ട് കത്തിച്ച് കളഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. 3 പ്രാവശ്യം ഞാൻ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുത്തു. ഈ 3 പ്രാവശ്യം അവൾ കാണിച്ചിട്ടുള്ളത് അവൾക്ക് ടൂർ പോകാനും അവൾക്ക് അവളെ കാര്യങ്ങൾ നോക്കാനും വേണ്ടിയിട്ടാണ് എടുത്തയച്ചിട്ടുള്ളത്.
അദ്ദേഹം ഗൾഫിൽ കിടന്നുണ്ടാക്കിയ കാശ് മൊത്തം ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. പുള്ളിക്കാരി അതിൽ ടൂർ പോവുകയും പുള്ളിക്കാരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കാണിച്ചു തന്നിട്ടില്ല. അത് ഞാൻ ചെലവിന് കൊടുക്കായിട്ടല്ല, കാമുകന്റെ ഓർഡറാണ് എന്ത് മക്കളെ കാണിച്ചു കൊടുക്കേണ്ടതാണുള്ളത്. എന്തൊരു കഷ്ടമല്ലേ, പാവം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് കാണണം എന്ന് വിചാരിച്ച് ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഒന്ന് കാണിക്കാതിരിക്കുക, കാമുകന്റെ ഓർഡർ അനുസരിച്ച് ഭാര്യ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു പുരുഷന് ഇത് സഹിക്കാൻ പറ്റാത്ത കാര്യം. ഒരു കല്യാണത്തിന് പോയപ്പം, എൻ്റെ ഫാമിലിയുള്ള ഒരു കല്യാണത്തിന് പോയപ്പം എൻ്റെ ചെറിയ എൻ്റെ മോള് പറയാണ്, എൻ്റെ ഉമ്മാനോട് പറയാണ്, ഇമ്മമ്മ ഞങ്ങൾ ഇന്നലെ മൈസൂർക്ക് ടൂറ് പോയി. എന്നോട് എൻ്റെ ഉമ്മാനോട് പറയാം. എൻ്റെ ഉമ്മ വന്നിട്ട് അത് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് സാറില്ല, പൊയ്ക്കോട്ടെ, ഭാര്യയല്ലേ, കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോട്ടെ, സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം ടൂറിന് വിട്ടു. എന്നാൽ അതൊന്നും അല്ല കാര്യം. യഥാർത്ഥ കാരണം എന്താന്നുള്ളത് ഇപ്പൊ കേൾക്കാവേ. കാരണം എന്താ, കിണറ്റ് കിടക്കണ അല്ലെങ്കിൽ കുളത്ത് കിടക്കണ ഒരു മീനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലോണം ക്ഷമിച്ച് തിന്നാൻ ഇട്ട് കൊടുത്തിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. കാരണം വിത്ത് എവിഡൻസ് ഇല്ലാണ്ട് ഇവരായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇവളെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഒരു ക്രിമിനലാണ്. ആ ക്രിമിനലാണ് ഇവളെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്രിമിനലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിന് പേടിയായി കാണും. അവൻ്റെ ഇഷ്ടപ്രകാരം ഓരോന്ന് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയോ പുള്ളിയുടെ വീട്ടുകാരെ ഉപദ്രവിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ കാര്യങ്ങൾ സഫർ ചെയ്ത് സഹിച്ചിരുന്നു, കയ്യോടെ എല്ലാ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം വെയിറ്റ് ചെയ്യാറ്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ദുബായി പോയതിന് ശേഷം കുഞ്ഞ് പറയുന്ന വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. ഒന്ന് പോയതാ. അപ്പോൾ വെറുതെ ഇതൊക്കെ ഞാൻ ആയിക്കോളെ നടക്കുന്ന സമയത്ത് ചെവി കുടിച്ചാണ്ട് പിരിച്ചാണ്ട് അങ്ങോട്ടാണ് വിട്ടു. എന്തിനാ അറിയില്ല, ഞാൻ ഇങ്ങനെ ആയിക്കോളെ നടക്കണ്ട. മൈസൂർക്കും പോയിക്കണ നിങ്ങള്? ടിപ്പുവിന്റെ കോട്ടയൊക്കെ കണ്ട് പൂക്കൾമാരത്തെ പെരൻ്റെ അവിടെ കാർ കയറ്റി വെച്ച് തുറന്നിടും. അതിൻ്റെ ഉള്ളിൽ കാർ നിർത്തിയിട്ടാണ്ട് പെരൻ്റെ ഉള്ളിൽ കയറിയിട്ടു. ഉമ്മച്ചീരെ കാണാനായിട്ട് കാക്കൊപ്പിച്ച് വരാറുണ്ട്. അങ്ങനെ ഒരു പല സ്ഥലങ്ങളിലും ടൂർ പോകാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്നാണ് ഈ കുഞ്ഞ് പറയുന്നത്. കഷ്ടമല്ലേ, ഒരു അപ്പൻ അത് കേട്ടിരിക്കുക, സ്വന്തം